കഴിയായിരുന്നോ സബോള? രണ്ടെണ്ണം പരത്തി ചിലപ്പോ മൂന്നാമത്തേനൊരു നല്ല വട്ടം കിട്ടും. ശരിക്കും അത് കാണുമ്പോ ഇങ്ങനെ സബോള വട്ടത്തിലോ നീളത്തിലോ വേണം. ഇഞ്ചി വെളുത്തുള്ളി സബോള എരിവ് കാശ്മീരിക്കല്ല അളവ് എരിവ്. അതാണ്. ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നത്തെ കുക്കിംഗ് എൻ്റെ വകയല്ല, ശ്രീഹരിയുടെ വകയാണ്. ഇന്ന് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ആണ്. രണ്ടും ശ്രീഹരി ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ശ്രീഹരിയാണ്, ചിക്കൻ ഫ്രൈ ശ്രീഹരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എപ്പോഴും ഞാനല്ലേ ശ്രീഹരിക്ക് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്, ശ്രീഹരിയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഇന്നിപ്പം എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും. അപ്പം അത് ശ്രീഹരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് പതുക്കെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങി. എന്തൊക്കെ ചേർക്കുന്നുണ്ട് ശ്രീഹരി? സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുഴപ്പൊടി. ഒന്നുമില്ല. ഇതുപോലൊരു നീ ആക്ച്വലി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ലേ? നീ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ, നമ്മൾ ചിക്കൻ ഫ്രൈ മാത്രം, പക്ഷെ അത് അധികമൊന്നുമില്ല. ഏകദേശം ഒരു കൊല്ലം മുമ്പ് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ലേ? കഴിഞ്ഞ കൊല്ലം ഏകദേശം ഇതുപോലൊരു സമയത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ശ്രീഹരി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ മസാല തന്നെയാണോ ഈ മസാല എന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ശ്രീഹരിയെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കിട്ടുന്നത്, ഇതുപോലെ കുക്കിംഗ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും മാത്രമേ ഉള്ളൂ. ചപ്പാത്തി ശ്രീഹരി ഉണ്ടാക്കുന്നത്, വേറൊന്നും ഇല്ല. നമുക്ക് ഒരു സാലഡും കൂടെ ഉണ്ടാക്കാം, കുക്കുംബറും ഒക്കെ കൂടെ കൂട്ടി. അപ്പം ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ രീതിക്ക് തന്നെയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കഴിയായിരുന്നോ സബോള? ഇഞ്ചി വെളുത്തുള്ളി കഴിയോ? നോക്കിക്കേ. അത് സാരമില്ല. ഇതൊന്നും കഴിയില്ല. ഇതാണ് കുഴപ്പം. സ്റ്റെപ്പ് ഇല്ലാത്ത കഴുകൽ ഉണ്ടായിരുന്നില്ല. ഞാൻ മറന്നുപോയി. എന്തായാലും കഴുകാം. ഇഞ്ചി ഞാൻ കഴിയുന്നതുകൊണ്ട് വെളുത്തുള്ളി കഴിയില്ല. സാരമില്ല, നമ്മൾ ഡെയിലി ചിക്കൻ ഉണ്ടാക്കി നമ്മളത് പഠിക്കും. മിക്സി വേണ്ട, മിക്സി. ഇഞ്ചി വെളുത്തുള്ളി സബോള പിന്നെ നാരങ്ങ വേണം അല്ലേ? നാരങ്ങ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ചെറിയ നാരങ്ങ രണ്ടെണ്ണം എടുക്കാം. വരുന്നു ഒരു മിനിറ്റ്. അത് കുഞ്ഞു നാരങ്ങല്ലേ? നമ്മള് മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി വളരെ കുറച്ചേ ഇടാവുള്ളൂ. ഒരാളെ കൂട്ടിയിട്ട് എനിക്ക് തന്നെ തിന്നാൻ പറ്റാത്ത ഒരു ഏതാണ്ടൊരു കറി ഞാൻ ഉണ്ടാക്കി. ഉള്ളിക്കറി കുറച്ച് മതി. ഇങ്ങനെയല്ലേ ഇടണ്ട കേട്ടാ, നിന്റെ കൈ വന്ന് തടയും. അപ്പൊ നീ ഇപ്പുറത്ത് നിക്കണം. കുറച്ച് മതി, കുറച്ച്. ഇതിലേതാ വലുത്? ഇതല്ലേ രണ്ട് വലുതും ഒരു ചെറുതും അല്ലേ? വലുതും കാശ്മീരി മുളക്, കാശ്മീരി മറ്റേതും ഒരു സാധാ മുളക് പൊടി. ഈ ചുവന്നിരിക്കണതാണ് കാശ്മീരി അല്ലേ? നല്ല ചുമപ്പുള്ളതാ കാശ്മീരി. 2 സ്പൂൺ കാശ്മീരി വേണമെങ്കിൽ പൊട്ടിച്ചിടാം. അതുപോലെ 2 സ്പൂൺ കാശ്മീരി അല്ലേ? അതെ. പക്ഷെ അത് പോരാ, ആ സ്പൂൺ മുഴുവനും ഇല്ല. ഒരു അര കൂടി ഇടാം. 2 സ്പൂണാണ്. കുറച്ച് 1 സ്പൂണും കൂടി ഇട്ടോ. 1 സ്പൂൺ ഫുള്ള് ഇട്ടോ. കൂടിയ കുഴപ്പമില്ല. ഇല്ല. സ്പൂൺ സാധാ മുളക് പൊടി, ചുമപ്പ് കുറവായിരിക്കും. അത് എരിവുണ്ട് അതിന് കേട്ടോ.
സാധാ മുളകിനാണ് പേര്. ആ എരിവ്, കാശ്മീരിക്കല്ല അളവ് എരിവ്. അത് ശരി വരും. അതറിയത്തില്ല. നിറം കുറഞ്ഞ മുളക് പൊടി, സാധാ മുളക് പൊടി ഇല്ലേ, നല്ല മുളക് പൊടി എന്നാ പറയുന്നത്, അതിനാണ്. എന്തിനായിരുന്നു മറ്റേ നമ്മുടെ ഗരം മസാല ഇടണല്ലേ? ഇതാണ് പെരിഞ്ചീരകം. മണത്ത് നോക്കി അറിയാവുന്നതാണ്. ഇത് തന്നെയാന്ന് തോന്നുന്നു പെരിഞ്ചീരകം. സാധാ ജീരകം എവിടെയാ? അതാണ് സാധാ ജീരകം അല്ലേ? സാധാ ജീരകം ചേർക്കണോ? സാധാ ജീരകം ചേർക്കണോന്ന്? സാധാ ജീരകം ചേർക്കണ്ടല്ലോ. അവിടെ വേണ്ട. ഇത്രയല്ലോ, ഇത്ര മതി വല്ലതും ഏകദേശം മതി അല്ലേ? ആ മതി. അത് മുഴുവൻ ഇട്. ഇടുക, ഇടുമ്പോ സ്റ്റൈലിൽ ഇടണ്ടേ? പിന്നെ ഇത്തിരി ഇടാൻ പറഞ്ഞു വേണ്ട. എങ്ങനെ ഇരിക്കുമോ എന്തോ. ഒരു സംശയം, ഇതൊന്നും കാണുന്നില്ല കേട്ടോ. നല്ലോണം കണ്ടുപിടുക. ഇത് ഇങ്ങനെ ഒഴിക്കണം, കുരു അതിനകത്ത് വീഴാൻ പാടില്ല. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കണ്ട ചിലതൊക്കെ ഓർമ്മയുണ്ട്, ഒരുവിധമൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പൊ ഉപ്പിന്റെ കാര്യം മറന്നുപോയില്ലേ? ഉപ്പ് ഞാൻ എടുത്ത് വെക്കട്ടെ. ഉപ്പ് ഇതില് മറന്നാലും കുഴപ്പമില്ല, ചപ്പാത്തി മറന്നുപോയില്ല. അല്ല, ഉപ്പ് ഇതില് മറന്നാ ചിക്കൻ ഫ്രൈക്കകത്ത് മറന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. അത് ശരി. ആ എന്തിനാ മസാല അത് കൊള്ളത്തില്ല, ഉപ്പ് വേറെ ഏറ്റവും പേടിക്കേണ്ട സാധനം ഉപ്പല്ലേ? ആ ഉപ്പ് കറിക്കകത്ത് കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഇടാം. ഫ്രൈക്കകത്ത് മറന്നു കഴിഞ്ഞാൽ അതൊരു സുഖം കാണില്ല രണ്ടാമത് ഇടുമ്പോ. കുരു ടേസ്റ്റിന് ഇടാക്കണമെന്നല്ലോ. ടേസ്റ്റിന് നാരങ്ങ ടേസ്റ്റ് കൂടിയിരിക്കണമെന്നില്ലല്ലോ. ഇല്ല, അല്ല എനിക്ക് ടേസ്റ്റ് അതിനകത്ത് വരാൻ പിടിക്കാൻ. പണ്ട് ഞാൻ ചിക്കൻ ഫ്രൈക്കകത്ത് എനിക്ക് പണ്ടൊക്കെ പറഞ്ഞു കേട്ടിരുന്നത് നാരങ്ങ നീര്, ചിക്കനും നാരങ്ങയും കൂടെ ഒന്നും ചേരത്തില്ലെന്നാ. പക്ഷെ ഞാൻ ആദ്യമൊന്നും ചേർക്കത്തില്ലായിരുന്നേ. അത് അങ്ങനെ പറഞ്ഞിങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. അമ്മയൊന്നും ചേർക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ചേർത്ത് അതിന്റെ ടേസ്റ്റ് പിടിച്ചപ്പോഴത്തേന് എനിക്കിപ്പം ചേർക്കുന്ന ഇഷ്ടം. അതാ ഞാൻ നാരങ്ങ. നിനക്കും പക്ഷെ നാരങ്ങ ചേർത്ത് നാരങ്ങ നീര് ചേർത്ത് പരട്ടി വെച്ച ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് അല്ലേ ഇഷ്ടപ്പെട്ടെ? ഇത് അരക്കണം. അതിന് മുമ്പ് ഉപ്പ് ചേർക്കണം. ഉപ്പ് എനിക്കൊരു പണിയായിട്ട് തന്നിരുന്നു. ഒരു പേടി സ്വപ്നമാണ് ഉപ്പ്. എങ്ങാനും മറന്നപ്പെട്ടു. ഉപ്പ് ഞാൻ എടുത്ത് വെച്ചു. എടുത്തൊന്നും വെച്ചിരിക്കണം എന്തിനാ? അതൊക്കെ ഞാൻ ഇട്ട് പഠിക്കട്ടെ. ഇത് കുറച്ച് വേണമെന്ന് എനിക്കറിയാം. ഇത് മതി. ഓക്കെ, എടുത്ത് വെച്ചോ. ഇനി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ടല്ലേ? വെള്ളം ഒഴിച്ചാൽ എല്ലാവരും അര പീസ് മിക്സ് ചെയ്യാല്ലേ? കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം. കാരണം സബോളയൊക്കെ അരഞ്ഞു വരുമ്പോ സബോളയൊക്കെ അരഞ്ഞു വരുമ്പോഴേ വെള്ളം വേറൊരു കാര്യം, നീ ഇത് ലോക്ക് ചെയ്യുന്ന എങ്ങനെയാ? മിക്സി ലോക്ക് ചെയ്യുന്നുണ്ടല്ലോ. എനിക്കത് കണ്ടപ്പോ ലോക്ക് ചെയ്യാത്തോട്ട് അതാ പറഞ്ഞത്. ഇതൊന്നും അരങ്ങേണ്ടതിലാണോ? സബോള അരയുമ്പോ വെള്ളം വരത്തില്ലേ? ജസ്റ്റ് ഒത്തിരി അങ്ങ് അരഞ്ഞ് പേസ്റ്റ് ആക്കണ്ട. സംഭവം റെഡി ആയിട്ടുണ്ട്. അയ്യോ, ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടണോന്ന് ഞാൻ വിചാരിച്ചതാ. ചിക്കൻ്റെ തേച്ച് പിടിപ്പിക്കില്ലല്ലേ ഇനിയോ? ചിക്കനോടെ ഇത് എടുക്കാം. ഫുൾ എടുക്കണ്ട. ഒരു മിനിറ്റ്, എന്താ നീ പറഞ്ഞ? എടുക്കട്ടെ. അത് ഫുൾ എടുത്ത ഞാൻ മാറ്റിട്ടുണ്ട്. ഇത് കുഞ്ഞു പീസാ. തേച്ചോ. ഇത് ചെറിയ, ഞാൻ കറി കട്ട് പീസ് എന്ന് പറഞ്ഞതാ. ഒത്തിരി വലിയ പീസ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന കറി കട്ട് പീസ് എന്ന് പറഞ്ഞതാ. പക്ഷെ അയാൾ കട്ട് ചെയ്ത് തന്നത് ഭയങ്കര ചെറുതായിപ്പോയി. അതെ, കൈയില്ലേ? ഞാൻ ഇപ്പുറത്ത് വരട്ടെ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തുകൊണ്ട് വരട്ടെ. അരക്കണ്ട, ചുമ്മാ ഇട്ടിളക്കാം. ഞാൻ മിക്സ് ചെയ്യുമ്പോ കറിവേപ്പിലയും കൂടെ ചേർക്കട്ടെ.
എല്ലാം ചേർത്തല്ലോ. മിക്സ് ചെയ്ത് നല്ലപോലെ. നിക്ക് നീ ഇത് ക്യാമറ ഫ്രെയിം മറയാതെ. മാറ്റി ഇത് കാണും ഞാനതല്ല അത്രയും മുളക് പൊടി ചേർക്കാൻ ഞാൻ പറഞ്ഞതല്ല. അയ്യോ കുരുമുളക് ചേർക്കണമായിരുന്നു. കുരുമുളക് ഇട്ടിട്ടില്ലേ? അരക്കാൻ നേരം ഇട്ടായിരുന്നല്ലോ. ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് കുരുമുളക് ഇതിനകത്ത് പൊടിച്ചങ്ങ് ചേർക്കട്ടെ. അല്ല കുരുമുളക് നമുക്ക് ഇങ്ങനെ അങ്ങ് ചേർക്കാം. പെപ്പർ ചിക്കൻ ഞാൻ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, പെപ്പർ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ട്. ശരി ആണോ? ഞാൻ ഇതിനകത്ത് ഇങ്ങനെ പൊടിച്ച് ചേർക്കട്ടെ. പൊടിച്ചോ. അതിന് കുറച്ചൊരു 10-20 മിനിറ്റ് മറ്റേ ഉരുട്ടാം. ചപ്പാത്തി ഉരുട്ടാവുന്നു. അടച്ചേക്കണ്ട. കുഴപ്പമില്ല. നേരത്തെ ലൈറ്റ് റെഡ് എന്തുണ്ടാവത്തുള്ളൂ. എന്ത് താഴെ കളയല്ലേ? ഓയ് മതി മതി മതി. എന്തായാലും ഉണ്ടാകാൻ കുറച്ച് വേണ്ടി വരും. ഉണ്ടയാവാൻ കുറച്ച് വേണ്ടി വരും എന്ന് പറഞ്ഞ് എന്താന്ന് വെച്ചാ ഗോതമ്പ് ഉണ്ടാവും. ഉപ്പിടണം. അത് മറന്നുപോയി. ഉപ്പിട്ടോ ചപ്പാത്തിക്കകത്ത്? ഉപ്പ് അവിടെ വെച്ചോ. ഉപ്പ് എനിക്ക് പൊട്ടിച്ചിടണം. അവിടെ തന്നെ വെച്ചോ, മോളിൽ വെക്കണ്ടേ. വെള്ളം വേണ്ടേ? വെള്ളം എടുക്കാൻ ഗ്ലാസ് എടുക്കട്ടെ. മതി മതി. ഞാൻ തുള്ളി തുള്ളി ഇടണുള്ളൂ. പക്ഷെ ചപ്പാത്തി ഉണ്ടാക്കാൻ ശ്രീഹരിക്ക് അറിയാം. നീ പരത്തി ഇത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടാവും. എല്ലാവരും പ്രശ്നമില്ല. നമുക്ക് പിന്നീട് കാലം പ്രോബ്ലം ഇല്ലല്ലോ ഇതിനകത്ത്. ഇല്ല, നാളത്തേക്ക് എടുക്കാലോ. നാളെ ചപ്പാത്തി ഉണ്ടാക്കുവാണെങ്കിൽ എടുക്കാം. ഞാനിത് പറഞ്ഞല്ലോ, കൊറേ വാരിപ്പൊടി ഇട്ടു. വെല്ലുണ്ടായിരിക്കും. അതെന്താ പറയാ, ഞാൻ എൻ്റെ ശ്രദ്ധ പോകുന്നു. ഷൂട്ടിംഗ് ആകുമ്പോൾ ഞാൻ കോൺഷ്യസ് ആവുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ? സാരില്ല. ഇത് കണ്ട, ഇനി വെള്ളം കുറവാണ്. പക്ഷെ കഴിഞ്ഞതിന്റെ മുന്നിലത്തെ ആഴ്ചകൾ എനിക്ക് വയ്യാതെ വന്നപ്പോ നീ പരത്തിയപ്പം അത്യാവശ്യം നന്നായിട്ട് വന്നു. പരത്ത അങ്ങനെയൊക്കെ ഉള്ളൂ. അതൊരു സ്ക്വയർ പോലെ പരത്താൻ എനിക്ക് വലുതായിട്ടൊന്നും പരത്താനൊന്നും അറിയില്ല. ഞാൻ പിന്നെ അങ്ങ് വലിയ വട്ടത്തിൽ ചുട്ടാണ്. അല്ല, എനിക്ക് അങ്ങനെ വലിയ വട്ടമൊന്നും വരാറില്ല. അത് 2 എണ്ണം പരത്തി ചിലപ്പോ 3-മത്തേനൊരു നല്ല വട്ടം കിട്ടിയെന്നിരിക്കും. എല്ലാം പറയുന്നുണ്ട്. ഒന്നാക്കിയാ മതി. പാത്രം ചെറുതായി പോയി. നാളെ പൂരി ഉണ്ടായിക്കൂടെ? നാളെയോ? നാളെ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണമെങ്കിൽ. പൂരിയല്ല, ഞാൻ നാളെ രാവിലെ വേറൊരു കാര്യം ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മൂടുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. പൂരി ഇല്ല ഈ ആഴ്ച. പൂരി കഴിഞ്ഞ ആഴ്ചയല്ലേ ഉണ്ടാക്കിയേ? അത് ഞാൻ റീയൂസ് ചെയ്തോളാം. ചിന്തിക്കണ്ട, അങ്ങനെ ഞാൻ ചെയ്തോളാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് സ്ഥിരം ചെയ്യുമ്പോഴത്തേന് ഇതൊരു പണിയായിട്ട് മാറും. നമുക്കൊരു മെനക്കേടായിട്ട് മാറും. എനിക്ക് അതെനിക്കറിയാം. പക്ഷെ എനിക്ക് മറ്റേതോ എളുപ്പം. എന്ത് മിക്കവാറും ഉണ്ടാക്കണം. എനിക്ക് എപ്പോഴും അതിങ്ങോട്ട് എടുത്ത് വെച്ച് പൊടിയിട്ട് കലക്കി ഈ ഇത്ര സമയം 1 മിനിറ്റ് കൊണ്ട് ഇതങ്ങ് നടക്കും. പൊടിയല്ലല്ലോ എങ്ങനെ വേസ്റ്റ് ആവുന്നു? സ്വന്തമായിട്ടൊന്ന് എന്തൊക്കെയാന്ന് പറയൂ. കുറച്ച് പൊടിയൊക്കെ ബാക്കിയിരിക്കണ്ടായിരുന്നു. എപ്പം പൊടി ബാക്കി? ഇവിടെ പൊടി ബാക്കി. അതിന്റെ ഉള്ളിൽ ഇത്തിരി ബാക്കിയുണ്ടായിരുന്നു. എന്ത് കൈ
കൈ കഴുകി കൈ തുടക്കിട്ട് ആ ഇങ്ങോട്ട് വെട്ടം ഓഫ് ചെയ്തോ? ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇല്ല, പോരെ, കുറച്ചുകൂടെ ഒഴിച്ചു. അയ്യോ പോരെ, മതി. ഇത് ഇവിടെ ആക്കിയിട്ട് വെക്കാം. ലെഗ് പീസ് ഭയങ്കര ചെറുതായല്ലോ അല്ലേ? ലോ ആക്കണം, ആരും മറന്നു പോയല്ലോ. കാണാൻ കേട് പറഞ്ഞത് അടച്ചു വെക്ക്, അല്ലെങ്കിൽ അത് കരിഞ്ഞു. അടച്ചു വെക്കതേ. ഞാനും വെള്ളം ഇറങ്ങിയത്, വെള്ളം ഇഷ്ടം. അപ്പൊ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശ്രീഹരി ചപ്പാത്തി ഉണ്ടാക്കി, ലാസ്റ്റ് ചപ്പാത്തി ഇവിടെ ചുടാൻ പോവാണ്. ഇത് ഇത്രയും ശ്രീഹരി ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്. ശരിക്കും ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ശരിക്കും ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ശരിക്കും അത് കാണുമ്പോ അല്ല, അത് കാണുമ്പോ മനസ്സിലാവുന്നുണ്ട് ശരിക്കും നീ തന്നെ ഉണ്ടാക്കിയെന്ന്. കുഴപ്പമില്ല. ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും വെട്ടമില്ല. മുളകും പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കുറച്ചിങ്ങനെ സബോള വട്ടത്തിലോ നീളത്തിലോ ഇങ്ങനെ അരിഞ്ഞതും എല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം അതൊരു ടേസ്റ്റാണ്. വൃത്തിയായിട്ട് സ്റ്റഡിയായിട്ട് പിടിക്കണേ. ഇത് നോക്കണേ. അയ്യോ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ചിക്കൻ ഫ്രൈ, ചെറിയൊരു ചിക്കൻ ഫ്രൈ. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇൻക്ലിപ്പൊക്കെ എടുക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അത് മറന്നുപോയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങ് എന്താ പറയുന്നത് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ എടുത്തിട്ട് അങ്ങ് നിർത്തി. പിന്നെ എടുക്കണമെന്നുള്ള കാര്യമേ അങ്ങ് മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇവിടം വെച്ച് അങ്ങ് അവസാനിപ്പിക്കാമെന്ന്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സബോള അരിഞ്ഞെടുത്തായിരുന്നു, കുറച്ച് കുക്കുംബറും ക്യാരറ്റും ഒക്കെ അരിഞ്ഞെടുത്തായിരുന്നു. പിന്നെ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ ആക്ച്വലി ശ്രീഹരി ഉണ്ടാക്കിയത് ഞാൻ പോസ്റ്റ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ശ്രീഹരിയുടെ കുക്കിംഗ് വ്ലോഗ് ഇതാണ്. എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ വീഡിയോ കാണുമ്പോഴും ഒരു ബോറായിരിക്കത്തില്ലേ? അതുകൊണ്ട് വിചാരിച്ചു പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള ഒരു സ്പെഷ്യൽ മീൻസ് ഇതുവരെ ഉണ്ടാക്കാനുള്ള ഒരു മൂഡും ഇല്ലായിരുന്നു. അപ്പോഴാണ് ശ്രീഹരി പറഞ്ഞത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നും പറഞ്ഞ് വന്നത്. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഒരു ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും. അപ്പോൾ എന്താ പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.